ദേശാഭിമാനി ഫെബ്രുവരി 7 വെള്ളി. വാർത്തകൾ വായിക്കുന്നത് കെ ടി ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. ലജ്ജിക്കൂ രാജ്യമേ, ട്രംപിന്റെ കിരാത നടപടി എതിർക്കാൻ ധൈര്യമില്ലാതെ മോദി. അമേരിക്കൻ നടപടി അന്യായീകരിച്ച് കേന്ദ്രം. ഭീരുത്വം വെടിയണമെന്ന് CPIM. രാജ്യാഭിമാനത്തിന് അമേരിക്കൻ വിലങ്ങ്. മോദിയുടെ US യാത്രയിൽ മാറ്റമില്ല. 2025 കേരള ബജറ്റ് ഇന്ന്. സ്കൂട്ടർ തട്ടിപ്പ് പരാതിയുമായി 8000-ലേറെ പേർ 1000 കോടി കടക്കും. നജീബ് കാന്തപുരം MLAയും കോടികൾ തട്ടി. തർക്കം നിർത്തണം, കോൺഗ്രസിനെ ഭരിക്കാൻ ലീഗ് ഹൈക്കമാൻഡിനെ കാണും. രൂപ വീണ്ടും വീണു. തമിഴ്നാട് ഗവർണർക്ക് വീണ്ടും രൂക്ഷ വിമർശം. ഗവർണർക്ക് ദീർഘകാലം ബില്ലുകൾ തടഞ്ഞുവെക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധം ഇരമ്പി. കൊച്ചിയിൽ കഫയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് തൊഴിലാളി മരിച്ചു. സുധാകര സതീശ പക്ഷം തമ്മിലടിച്ചു. NGO അസോസിയേഷൻ പിളർന്നു. ഓൾ റൗണ്ട് ഇന്ത്യ. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. പ്രതിഷേധവേദിയിൽ വെങ്കലം. തായ്ക്കൊണ്ടോയിൽ കേരളത്തിന്റെ ലയ ഫാത്തിമയ്ക്ക് വെങ്കലം. ഒളിമ്പിക്സിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സൈനിക വിമാനത്തിൽ 40 മണിക്കൂറിലേറെ കൈയും കാലും ചങ്ങലക്കിട്ട ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയ അമേരിക്കൻ നടപടി രാജ്യത്തിന് നാണക്കേടായി. ഭക്ഷണം കഴിക്കാൻ പോലും കൈവിലങ്ങഴിക്കാൻ അനുവദിക്കാത്ത ക്രൂരതയ്ക്കെതിരെ രാജ്യമെങ്ങും പ്രതിഷേധമുയർന്നിട്ടും അമേരിക്കൻ നടപടിയെ ന്യായീകരിച്ച് മോദി സർക്കാർ. ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈയിലും കാലിലും ചങ്ങലകളാൽ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യം അമേരിക്കൻ അതിർത്തി രക്ഷാ മേധാവി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചില്ലെന്ന കേന്ദ്രത്തിന്റെ അവകാശവാദം പൊളിഞ്ഞു. മോദി സർക്കാർ അമേരിക്കൻ വിധേയത്വത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധമുയർന്നു. 40 മണിക്കൂറിലേറെ കൈവിലങ്ങിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും വിലങ്ങ് ഊരിക്കൊടുത്തില്ലെന്നും വിമാനത്തിൽ നിന്ന് എത്തിയവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. സ്വന്തം പൗരന്മാരെ കൈവിലങ്ങിട്ട് ചലിക്കാൻ അനുവദിക്കാതെ സൈനിക വിമാനത്തിൽ എത്തിച്ച അമേരിക്കൻ നടപടിയെ എതിർക്കാത്ത ഭീരുത്വ നിലപാടാണ് മോദി സർക്കാരിന്റേതെന്ന് CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന്മാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയ അമേരിക്കൻ നടപടിയെ പാർലമെന്റിലും ന്യായീകരിച്ച് കേന്ദ്രത്തിന്റെ BJP സർക്കാർ. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അമേരിക്ക ഇത്തരത്തിലാണ് നാടുകടത്താറുള്ളതെന്നും അത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും വിദേശമന്ത്രി S. ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭകളിലും പറഞ്ഞു. ഇതിനിടെ കുടിയേറ്റക്കാരെ അപമാനിച്ച് തിരിച്ചയച്ചവരിൽ രാജ്യമെങ്ങും പ്രതിഷേധം ഉയരുമ്പോഴും US യാത്രാ പരിപാടിയിൽ മാറ്റം വരുത്താതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12-ന് രാത്രിയിൽ US-ൽ എത്തുന്ന മോദി അടുത്ത ദിവസം പൂർണ്ണമായും അവിടെ ചെലവഴിക്കും. 14-ന് മടങ്ങും. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം US സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഭരണത്തലവനാണ് മോദി. ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുനമ്പ് നിവാസികളുടെ കുടിയൊഴിപ്പിക്കലിന് ഒരുക്കം തുടങ്ങി ഇസ്രായേൽ. ഗാസയിൽ വൻതോതിൽ ജനങ്ങളെ നീക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇസ്രായേൽ സർക്കാർ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ഗാസ മുനമ്പ് ഏറ്റെടുത്ത് കടലോര വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാമത് ബജറ്റ് വെള്ളിയാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 9-നാണ് ബജറ്റ് അവതരണം. 10, 11, 12 തീയതികളിലാണ് ബജറ്റ് ചർച്ച. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും സഭയിൽ വെക്കും. പകുതി വിലക്ക് സ്കൂട്ടർ അടക്കം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിൽ നജീബ് കാന്തപുരം MLAയുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനും പങ്കാളി. പെരിന്തൽമണ്ണ MLA ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ വഴി മണ്ഡലത്തിലെ 100 കണക്കിന് പേരിൽ കോടികളാണ് പിരിച്ചത്. തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് MLA ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന വഞ്ചന പുറത്തായത്. തട്ടിപ്പിനിരയായവർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. പകുതി വിലക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനായി ഇരകളെ ആകർഷിക്കാൻ BJP നേതൃത്വത്തിലെ ബന്ധവും കരുവാക്കി. AN രാധാകൃഷ്ണൻ ഉൾപ്പെടെ BJP നേതാക്കൾക്ക് കേന്ദ്ര സർക്കാരുമായുള്ള അടുപ്പം മറയാക്കിയായിരുന്നു പ്രവർത്തനം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പിൽ നിന്ന് തടിയൂരാൻ CSRI ഫണ്ടിന്റെയും ഇരവാദവും ഉയർത്തി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. പകുതി വിലക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് ശതകോടികൾ തട്ടിയ പദ്ധതിയുടെ താനും കബളിപ്പിക്കപ്പെട്ടെന്ന് വിചിത്രവാദവുമായി വാർത്താസമ്മേളനത്തിൽ രാധാകൃഷ്ണൻ ഉയർത്തി. പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങളടക്കം വാഗ്ദാനം ചെയ്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് BJPയുടെ രാഷ്ട്രീയ പദ്ധതിയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് അഭിഭാഷകയുമായ ലാലി വിൻസെന്റ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി. നിയമനക്കോഴ കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്തതോടെ IC ബാലകൃഷ്ണൻ MLA കൂടുതൽ പരിങ്ങലിലായി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസിൽ 3 ദിവസം തുടർച്ചയായി പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വന്നതിന്റെ തുടർച്ചയാണ് വിജിലൻസിന്റെ ചോദ്യം ചെയ്യലും. കോൺഗ്രസിൽ മുഖ്യ നേതാവ് ആരെന്ന് ചൊല്ലി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള രൂക്ഷ തർക്കം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഇതിനായി ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ നേരിൽ കാണും. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കൂട്ടയടിക്കൊടുവിൽ കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനയായ NGO അസോസിയേഷൻ പിളർന്നു.
നന്ദാനത്തെ പാണക്കാട് ഹാളിൽ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് വി.ഡി. സതീശൻ പക്ഷവും സുധാകരൻ പക്ഷവും തമ്മിൽ കൂട്ടയടി നടന്നത്. കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐ-ഡെലി കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. കഫേയിലെ തൊഴിലാളിയായ പശ്ചിമബംഗാൾ സ്വദേശി സുമിത്താണ് മരണപ്പെട്ടത്. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ മുസാഫറയിൽ നിന്ന് മുസഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരസ്യമായി അവഹേളിച്ച പ്രസംഗിച്ചുവെന്ന പരാതി പരിഗണിച്ചാണ് നടപടി. സ്കൂൾ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്ന കേസിൽ അറസ്റ്റിലായ അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് താമരശ്ശേരി IGCM കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. KSRTCക്ക് സർക്കാർ സഹായമായി 103.10 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. സിനിമ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കോൺക്ലേവിന്റെ തീയതി ഉടൻ നിശ്ചയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിലെ കുറിച്യാട് മക്കയിൽ ചത്തനിലയിൽ കണ്ടെത്തിയ കടുവക്കുട്ടികളുടെ മരണകാരണം മറ്റൊരു കടുവയുമായുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ ഗുരുതര പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കടുവയുടെ കടിയേറ്റ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായെന്ന് അധികൃതർ അറിയിച്ചു. 1,00,000-ഓളം ജനം ഒഴുകിയെത്തിയ പ്രകടനങ്ങളും തൊടുപുഴയെ ചുവപ്പണിയിച്ച റെഡ് വളണ്ടിയർ മാർച്ചും ചരിത്രമായി. കെട്ടുറപ്പും സംഘടനാ സ്വാധീനവും വിളിച്ചോതി വൻ ജനമുന്നേറ്റമാണ് 2 നാൾ നീണ്ടുന്ന CPM ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചത്. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി VV വർഗീസിനെ തെരഞ്ഞെടുത്തു. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ 3 വർഷം തടഞ്ഞുവെച്ച ശേഷം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ഗവർണർ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. എതിർപ്പുണ്ടെന്ന പേരിൽ ബില്ലുകൾ ദീർഘകാലം ഗവർണർക്ക് തടഞ്ഞുവെക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് JP പർദിവാല അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തുറന്നടിച്ചു. മതംമാറ്റ വിരുദ്ധ നിയമം നടപ്പാക്കാനുള്ള BJP സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അരുണാചൽ പ്രദേശിലെ ക്രിസ്ത്യൻ സമൂഹം 1978 ജനതാ സർക്കാർ കൊണ്ടുവന്ന അരുണാചൽ പ്രദേശ് ഫ്രീഡം ഓഫ് റീജിയണൽ ആക്ട് നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ നീക്കത്തിൽ അരുണാചൽ ക്രിസ്ത്യൻ ഫോറം സംസ്ഥാന വ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. കാൻസർ പ്രതിരോധ കോട്ട തീർക്കാൻ ഒരു ചുവടുമാർ മുന്നേ സഞ്ചരിച്ച് സംസ്ഥാന സർക്കാർ. അർബുദമടക്കമുള്ള മാരക രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ഇല്ലാതാക്കാനും ചികിത്സിച്ച് ഭേദപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുകയാണ്. ഹെൽത്ത് കേരളയുടെ കീഴിൽ നടത്തിയ 2ാം ഘട്ട ശൈലി സർവേയിൽ കോഴിക്കോട് ജില്ലയിൽ 17,140 പേരെയാണ് അർബുദ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ഹോട്ടൽ ജീവനക്കാരി താമസിച്ച സ്ഥലത്തെ കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. ഹോട്ടൽ ജീവനക്കാരായ കക്കോടി സ്വദേശി ദിയ മഹലിൽ PK റിയാസ്, ചാലൂർ വടക്കേ തൊട്ടുവഴിയിൽ സുരേഷ് ബാബു എന്നിവരാണ് വ്യാഴാഴ്ച രാവിലെ താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. സ്കൂൾ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്ന കേസിൽ അറസ്റ്റിലായ അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ആദ്യവിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണം നൽകാമെന്ന വാഗ്ദാനം നൽകി പണം തട്ടിയ സംഭവത്തിൽ കോഴിക്കോട് 2 കേസുകൾ കൂടി. 2 NGOകൾ മുഖേന നടക്കാവ്, ബാലുശ്ശേരി സ്റ്റേഷനുകളാണ് പരാതി ലഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുകയാണെന്ന്, അവർക്കെതിരെ സംഘടിതമായ ആക്രമണം നടക്കുകയാണെന്നും മനുഷ്യാവകാശ പ്രവർത്തക ശബന ഹാഷ്മി പറഞ്ഞു. KST സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള അധ്യാപിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KST സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന അധ്യക്ഷയായി. ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് ഹെൽത്ത് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ പേരാമ്പ്ര ഏരിയ കമ്മിറ്റി പേരാമ്പ്രയിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മേപ്പയൂർ ഫെസ്റ്റിന്റെ 5ാം നാൾ ലിംഗസമത്വം, സാമൂഹ്യനീതി, ജനാധിപത്യം എന്ന വിഷയത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. NK രാധ ഉദ്ഘാടനം ചെയ്തു. സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ വാഹന പരിശോധനകളിൽ വ്യാഴാഴ്ച 93 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 89,500 രൂപയുടെ പിഴ ഈടാക്കി. കളിക്കളം വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 1ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ ആദ്യ ഏകദിനത്തിലിറങ്ങിയ ഇന്ത്യ ഓൾറൗണ്ട് മികവിലൂടെയാണ് എതിരാളികളെ വീഴ്ത്തിയത്. 96 പന്തിൽ 87 റണ്ണടിച്ച് കളിയിലെ താരമായ വൈസ് ക്യാപ്റ്റൻ ശുഭു ഗില്ലും അരങ്ങേറ്റത്തിന് 3 വിക്കറ്റെടുത്ത പേസർ ഹർഷിത് റാണയും വിജയത്തിൽ നിർണായകമായി. പരിശീലകർക്ക് മത്സരവിധിക്കുള്ള പാസ് നിഷേധിച്ചതിനെ തുടർന്ന് കായിക താരങ്ങളുടെ പ്രതിഷേധം കണ്ട തായ്ക്കൊണ്ടോ കളത്തിൽ കേരളത്തിന് വെങ്കലം. വനിതകളുടെ പുംസെ ഇനത്തിൽ ലയ ഫാത്തിമയാണ് വെങ്കലം സ്വന്തമാക്കിയത്. ദേശീയ ഗെയിംസിന്റെ 10ാം ദിനത്തിൽ കേരളത്തിന്റെ ഏക മെഡലും ഇതായിരുന്നു. 27 വർഷത്തെ കാത്തിരിപ്പിന് അവസാനിപ്പിക്കാൻ കേരളത്തിനാകുമോ? ദേശീയ ഗെയിംസ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് ആതിഥേയരായ ഉത്തരാഖണ്ഡിനെ നേരിടുമ്പോൾ ടീം പ്രതീക്ഷയിലാണ്. ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിന് നാളെ തുടക്കം. ഡെറാഡൂണിലെ മഹാപ്രതാപ് റാണ സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരങ്ങൾ. 77 പോയിന്റുമായി കഴിഞ്ഞ തവണ 4ാമതായിരുന്നു കേരളം. കാലാവസ്ഥ. സംസ്ഥാനത്ത് കനത്ത ചൂട്. ശനിയാഴ്ചയും വിവിധയിടങ്ങളിൽ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം,
നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഫെബ്രുവരി അവസാനത്തോടെ താപനില വീണ്ടും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു.